മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതുകൊണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതുകൊണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതുകൊണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. നല്ല ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളോട് ആര് പറഞ്ഞു അവർ നേതാക്കന്മാരാണ്? അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഹൈക്കമാൻഡോട് ഞാൻ ആവശ്യപ്പെടാം. അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ പാർട്ടി നമ്മുടെ പ്രവർത്തകന്മാരെ ദുർബലരാക്കൂലേ? അങ്ങനെ ഒരു പ്രചരണം ശരിയല്ല. അവിടെ പോയി ചോദിക്ക്. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും. ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല പ്ലാനുണ്ടോ സുധാരണ മാറ്റാൻ? അതാ പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. അദ്ദേഹം മാറണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ചർച്ച നടക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല. ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിന് മാത്രം അത് ആരോഗ്യക്കുറവ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. ഒരു കുഴപ്പം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. ഒരു നേതാവിനെ കലം വെച്ചും കുടം തളിച്ചും വിളിച്ചു വരുത്തി KPCC അധ്യക്ഷനാക്കുന്നു. ആ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൻ്റെ മുഴുവൻ പാപഭാരവും അദ്ദേഹത്തിൽ തളിച്ച് രോഗിയാക്കി പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള അൺപാർലമെൻ്ററി നീക്കം കോൺഗ്രസിൽ. തന്നെ മൂലക്കിരുത്താൻ ഒരു നേതാവ് ശ്രമിക്കുന്നുവെന്ന് പരിവേദനം പറയുകയാണ് പാർട്ടി പ്രസിഡന്റ് പരസ്യമായി. കോൺഗ്രസിലെ നേതൃമാറ്റവും സുധാകരനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള നീക്കവും എങ്ങോട്ടേക്ക്? ആരാണ് പിന്നിൽ ചരട് വലിക്കുന്നത്? കോൺഗ്രസിൽ ഇതുണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്തൊക്കെ? സാമുദായിക നേതാക്കളും മതനേതാക്കൾക്കും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ എന്ത് ഉത്സുകത? ചർച്ച ചെയ്യാം. സുധാകരന് കൈക്കരുത്തുണ്ടോ? സുധാകര വിവാദത്തിന് പിന്നിൽ ആരൊക്കെ? നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: AK ഷാനിബ്, മുൻ കോൺഗ്രസ് നേതാവ്; എബ്രഹാം മാത്യു, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും; J. അജിത് കുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ. ആദ്യം ശ്രീ AK ഷാനിബിലേക്ക്. ശ്രീ AK ഷാനിബ്, K. സുധാകരൻ എന്ന വലിയ രീതിയിൽ പ്രവർത്തകർ കൊണ്ടാടിയിരുന്ന, എന്നാൽ ആ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൽ വീണുപോയ ഒരു പ്രസിഡന്റ്, KPCC അധ്യക്ഷൻ, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തെ മൂലക്കിരുത്താൻ ചിലർ ശ്രമിക്കുന്നുവെന്ന്. ഒരു നേതാവ് അതിന് പിന്നിലുണ്ടെന്ന്. ആരാണ് ആ നേതാവ്? ആരായിരിക്കാം ആ നേതാവ്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകളും വിഭാഗീയതയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോ ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ പാർട്ടി സിസ്റ്റം ഇല്ലാത്തതിന്റെ കുറ്റം മുഴുവൻ ഏതെങ്കിലും ഒരു നേതാവിന്റെ തലയിൽ കൊണ്ടുപോയി തള്ളി ആ നേതാവിനെ ഇല്ലാതാക്കി, ആ നേതാവിനെ മാറ്റിയാൽ ഇതെല്ലാ പ്രശ്നങ്ങളും മാറും എന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന അങ്ങനെ ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറയുന്നു. ചില ആളുകൾ പേരുകൾ പുറത്തേക്ക് വിടുന്നു. ജാതീയമായ മതപരമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ പേരുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണാടി നന്നാവാത്തതിന് മുഖം നന്നാവാത്തതിന് കണ്ണാടി ഉടച്ചു കളയുന്നത് പോലെയാണ് ഇപ്പോ അവർ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ K. സുധാകരൻ എന്ന് പറയുന്ന KPCCയുടെ പ്രസിഡന്റിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് തോന്നരുത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയ സമയത്ത്, ചാർജ് എടുത്ത സമയത്ത് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് DYFIയുടെ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കുകയാണ്. പക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് CUC എന്ന പേരിൽ ഒരു കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന പേരിൽ ഒരു പുതിയ ആശയം, ഒരു സെമി കേഡർ സംവിധാനം പാർട്ടിയിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പുതിയ നവീനമായ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് ശില്പശാലകൾ നടത്തി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൃത്യമായ വിഷൻ ഉണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഒരു പകുതി എത്തിയപ്പോഴാണ് പല നേതാക്കൾ ഇടപെട്ടുകൊണ്ട്
അതിനെ ഇല്ലാതാക്കുകയും അങ്ങനെ കെ സുധാകരൻ ഈ പാർട്ടിയെ നന്നാക്കി നന്നാക്കണ്ട എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടുമായി കുറെ നേതാക്കൾ കടന്നു വരുന്നത്. ഞാൻ വ്യക്തിപരമായ എന്റെ വൈരാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ദേശത്തിന്റെ പുറത്ത് പറയുന്നതല്ല. VD സതീശൻ ആ പാർട്ടിയുടെ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ പാർട്ടിയിൽ മറ്റൊരാളെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയില്ല. അദ്ദേഹം ഏതെല്ലാം തരത്തിൽ ഈ KPCC പ്രസിഡന്റിനെ അപമാനിക്കാൻ കഴിയുന്നുവോ അതെല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം, ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ അത് മനസ്സിലാകാത്ത KPCC പ്രസിഡന്റ് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്നോടല്ല താങ്കളോടാണ് എന്ന നിലയിൽ വളരെ അപമാനിച്ച് അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന മട്ടിൽ. അതുപോലെ തന്നെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. KPCC പ്രസിഡന്റിന്റെ അടുത്ത് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ KPCC പ്രസിഡന്റ് എന്തോ അബദ്ധം പറയുന്നു എന്ന മട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, ഞാനതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെ എല്ലാ അടിത്തട്ടിലുള്ള പ്രവർത്തകർ മുഴുവൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിലൊരു സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ, ബൂത്ത് കമ്മിറ്റികളില്ലാതെ, വാർഡ് കമ്മിറ്റികളില്ലാതെ, മണ്ഡലം കമ്മിറ്റികളില്ലാതെ, ബ്ലോക്ക് കമ്മിറ്റികളില്ലാതെ, DCC കമ്മിറ്റികൾ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി ഒരു പാർട്ടി നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മക്കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രായത്തെ അവഹേളിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തി ഇത് അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ പാർട്ടിയെ രക്ഷപ്പെടുത്തി കളയാമെന്ന ആഗ്രഹത്തിന്റെ പുറത്തോ ചെയ്യുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ പാർട്ടി നന്നായിക്കൊള്ളണമെന്ന നിർബന്ധത്തിന്റെ പുറത്ത് പറയുന്നതല്ല. പക്ഷെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പൂർണ്ണമായി നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ. ഈ രാജ്യത്ത് കോൺഗ്രസ് പോലെയുള്ള ജനാധിപത്യ പാർട്ടികൾ അതിൻ്റെതായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ VD സതീശൻ തന്നെയാണ്, VD സതീശൻ മാത്രമാണ് ഇതിന് പിന്നിൽ. KC വേണുഗോപാലിന്റെ റോൾ എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശന് അടുത്ത തവണ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരണമെന്ന ആഗ്രഹമാണ്. എന്നാൽ അടുത്ത തവണ 40 സീറ്റിനപ്പുറത്തേക്ക് UDFന് കിട്ടാനുള്ള യാതൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതൊന്നും ചിന്തിക്കാതെ അധികാരത്തിൽ വരണം, ഞാൻ മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം മുന്നോട്ട് പോവുകയും എന്നാൽ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഞാൻ അന്ന് ഒരു തവണ പറഞ്ഞു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് VD സതീശൻ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ കണക്കുകൾ പറയുന്നില്ല. UDF നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന മട്ടിൽ VD സതീശൻ പറയുകയും ഞാൻ ഒരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് സ്വയം അഭിമാനിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ നമ്മൾ കാണേണ്ടായി. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ J. അജിത് കുമാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഉയരുന്നത്, ഈ സാമുദായിക നേതാക്കൾ അഭിപ്രായം പറയുന്നു, മത നേതാക്കന്മാർ പല പേരുകളും KPCC അധ്യക്ഷനെ മാറ്റിയാൽ വരേണ്ടതിൻ്റെ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. ഇത്തരത്തിലുള്ള പാക്കേജുകൾ വലിയ വിവാദമായി ചർച്ചയായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. സുധാകരൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും എന്താണ് KPCC അധ്യക്ഷനെ, കോൺഗ്രസിനെ പോലെ ഒരു മതേതര പാർട്ടിക്ക് KPCC അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഈ മത നേതാക്കന്മാർക്കും സാമുദായിക നേതാക്കന്മാർക്കുമൊക്കെയുള്ള റോൾ എന്താണ്? ശ്രീ അജിംഷാദ്, ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം അടുത്ത മാർപ്പാപ്പ ആരായിരിക്കും എന്നുള്ള ആ ഒരു ആകാംക്ഷ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ഉണ്ട്. എല്ലാ രാജ്യത്തുമുള്ള അത് വത്തിക്കാൻ കൃത്യമായി സ്വീകരിക്കും. അതിന് അവർക്ക് അതിനേക്കാളും വലിയ ആകാംക്ഷയും അനിശ്ചിതത്വവും ആണ് അവിടെ വെള്ളപ്പുക വരാൻ അതിന് അവർക്ക് അതിൻ്റെതായ സിസ്റ്റം ഉണ്ട്. അവിടെ ചിമ്മിനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടെ കർദിനാൾമാരും അവരുടെ ഒക്കെ ചേർന്നുള്ള ഒരു തീരുമാനത്തിന് ഒരു വ്യക്തതയുണ്ട്, അതിലൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഏതാണ്ട് 266 മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് ഇനിയും ആവും. അത് വിടൂ. അല്ല, തീർച്ചയായിട്ടും അതിൽ ആശങ്കപ്പെടേണ്ട, നമ്മൾ അത് വത്തിക്കാൻ ചെയ്തോളൂ. അതെ. അല്ല, അവിടെ ഒരുക്കങ്ങളായി കഴിഞ്ഞാൽ എന്നിട്ട് ഈ ബാലറ്റുകൾ കത്തിക്കാൻ വെള്ളപ്പുക വരുത്തും, അതൊക്കെ നമുക്കറിയാം.
അതിനേക്കാളും വലിയ ആകാംക്ഷയും ഔത്സുക്യവുമാണ് കേരളത്തിലെ KPCC പ്രസിഡന്റിന് അടിയന്തരമായ ഒരു മാറ്റമുണ്ടാകുമോ, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കും എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ട് കുറേ കാലമായി. നേരത്തെ ശ്രീ ഷാനിബ് പറഞ്ഞതുപോലെ ശ്രീ കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷം അത് അന്ന് ഏറെ സ്വീകരിക്കപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ ആ തീരുമാനം ഏറെ ശ്ലാഘിക്കപ്പെട്ടതുമാണ്. ശ്രീ സുധാകരൻ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനൊരു പുതിയ മുഖം നൽകും, ഊർജ്ജം നൽകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ, അത് അദ്ദേഹം ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ആണ് കടന്നു വന്നത്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ട സ്വഭാവമുള്ള ഒരു ജനാധിപത്യ കക്ഷിക്ക് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു കേഡർ സ്വഭാവം വരുത്തണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഫുൾ കേഡറായില്ലെങ്കിലും ഒരു സെമി കേഡർ സ്വഭാവത്തിലെങ്കിലും കോൺഗ്രസ് പ്രവർത്തിക്കണം എന്നുള്ള ആ ആഗ്രഹം, അത് പക്ഷേ ഫലവത്തായില്ല എന്നുള്ളത് നമ്മൾ തുറന്നു സമ്മതിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവം തന്നെ അതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീ അജിംഷാദ് പറഞ്ഞതുപോലെ സാമുദായിക നേതാക്കന്മാർ ആവശ്യത്തിലും അനാവശ്യമായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇന്ന സമുദായക്കാരനായിരിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഏതെങ്കിലും നേതാവ് തയ്യാറാവുന്നുണ്ടോ? ഇവിടെ ശ്രീ അജിത് കുമാർ, ഇവിടെ ഷാനിബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അവരുടെ പാർട്ടി പ്രസിഡന്റ് ആയതിനു ശേഷം കൃത്യമായ ചില നയപരിപാടികൾ, അതിൽ അധിഷ്ഠിതമായുള്ള ചില പ്രക്രിയകളൊക്കെ നടത്തിയിരുന്നു. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സെമി കേഡർ, അത് പൊളിച്ചത് ആരാണ് അതിന് ഉത്തരവാദി? അല്ല, ഇപ്പോൾ എന്നെ ഒരു കോൺഗ്രസ് സഹയാത്രി എന്നങ്ങ് വിശേഷിപ്പിച്ചല്ലോ മാധ്യമപ്രവർത്തകൻ എന്നുള്ളത് സന്തോഷം. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ കോൺഗ്രസ്സിലെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ നേതൃത്വം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും അനുകൂലിക്കേണ്ടതിൻ്റെ ബാധ്യതയൊന്നും എനിക്കില്ല എന്ന് തുറന്നു പറയട്ടെ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതെല്ലാം നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കോൺഗ്രസിൽ അത്ര ശുഭകരമല്ലാത്ത പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ ശുഭകരമല്ലാത്തൊരു സംഭവവികാസമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് പറയാമോ? അങ്ങനെയല്ല. ഇപ്പോൾ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് പാർട്ടി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ പൊതുസമൂഹം ഇങ്ങനെ ഒരു നേതൃമാറ്റം നമ്മുടെ മാധ്യമപ്രവർത്തകർ കെ മുരളീധരൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ശ്രീ മുരളീധരൻ പറഞ്ഞത്. ശ്രീ സുധാകരനെ മാറ്റണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. ഇത് മാറ്റണം എന്ന ഈ വാർത്ത പടച്ചുവിടുന്നത് ആരാണ്? ഇങ്ങനെ ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ രൂപപ്പെടുത്തുന്ന ആരാണ്? മാധ്യമങ്ങൾക്ക് ഇത് നൽകുന്നത് ആരാണ്? ഏതോ കേന്ദ്രമുണ്ട്, ഒരു നേതാവ് തന്നെ മൂലക്കിരുത്താനായി ചരട് വലിക്കുന്നുണ്ടെന്ന് സുധാകരന് പറയേണ്ടി വന്നു. അതിന് സമാനമായ രീതിയിൽ മുരളീധരന് പറയേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ അതോ? ശ്രീ അജിംഷാദ്, നമ്മളൊക്കെ ഉൾപ്പെട്ട ഇപ്പോൾ ശ്രീ എബ്രഹാം മാത്യു കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഉൾപ്പെട്ട മാധ്യമ സമൂഹം അജണ്ടകൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ചെലവാകുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഒരു ദുര്യോഗം. ശ്രീ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിന് ശേഷം അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു മാധ്യമവും ഒന്നും നിർദ്ദേശമൊന്നും വെച്ചില്ല. നമ്മൾ ഇതുപോലെ ചെയ്തില്ല. അവർക്ക് സിസ്റ്റം ഉണ്ട്. അല്ല, സിസ്റ്റം ഉണ്ട്. അല്ല ഞാൻ പറയാം, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം ഇതിൽ വരുന്നില്ല, കാണുന്നില്ല. അതാണ് പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കേവലം ഒരു ആൾക്കൂട്ട സ്വഭാവം ഇപ്പോഴും നിലനിർത്തിപ്പോരുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കയറി മേയാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നു. അങ്ങനെയൊന്നുമല്ല. CPIM-നെ കുറിച്ചൊക്കെ എത്രയോ വാർത്തകളാണ് വ്യാജമായതും ഒക്കെ വലിയ ചർച്ചയാക്കുന്നത്. കോൺഗ്രസ് അത്തരത്തിൽ മാധ്യമങ്ങളുടെ ഇരയായി വരുന്നില്ല. ഇവിടെ വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ കെ മുരളീധരൻ പരസ്യമായി ഇതേ സംബന്ധിച്ച് പറഞ്ഞു. നേരത്തെ കെ മുരളീധരൻ ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഈ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളെ വേണം KPCC പ്രസിഡന്റ് ആക്കാൻ സുധാകരനെ മാറ്റുന്നുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇന്ന് ആലുവയിലും തൃശ്ശൂരിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട സേവ് കോൺഗ്രസ് ഫോറത്തിൻ്റെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ട വാക്കുകളും ഇതേ വാക്കുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പറച്ചിലുകളും ചർച്ചയുണ്ട്. നമുക്ക് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണല്ലോ, നമ്മൾ ചർച്ച ചെയ്യാം. തുറന്ന് സമ്മതിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ടല്ലോ ശ്രീ അജിംഷാദ്. ഈ കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും വ്യക്താക്കളാണ്. ഓരോ ജില്ലയിലും പിന്നെ സംസ്ഥാനതല നേതാക്കൾ ഏത് ജില്ലയിൽ പോയാലും അവിടെ മാധ്യമങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ആ അഭിപ്രായങ്ങൾ ഒരു നമുക്ക് ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെയൊക്കെ ഒരു തലതൊട്ടപ്പനാണ് നമ്മളോടൊപ്പം ഉള്ളത് യഥാർത്ഥത്തിൽ എബ്രഹാം മാത്യു. ശ്രീ എബ്രഹാം മാത്യു, എന്താണ് കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്നത്?
ഈ സുധാകരനെ മാറ്റാൻ ഒരു വിഭാഗം, എന്നെ മൂലക്കിരുത്താൻ ഒരു നേതാവ് ചരട് വലിക്കുന്നുവെന്ന് സുധാകരൻ പരസ്യമായി പറയുന്നു. കെ മുരളീധരൻ രംഗത്തെത്തി പറയുന്നു ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു അസുഖവും അദ്ദേഹത്തിനില്ല എന്ന്. ഒരു രോഗിയാക്കി അടിച്ച് പുറത്താക്കാനായി നീക്കം നടക്കുന്നു. അജിംഷാദ്, ഈ നമ്മൾ പഴയ കാലത്ത് കോൺഗ്രസിൻ്റെ ബീറ്റ് നോക്കുമ്പോൾ ചാനലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നേരത്തെ അവിടെ എനിക്കൊന്ന് അജിത്താണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ ഇതൊരു ആൾക്കൂട്ട സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട് എല്ലാ നേതാക്കളും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതി പണ്ടുകൊണ്ടായിരുന്നു. വലിയ നേതാക്കൾ വരെ KPCC നിർവാഹക സമിതി യോഗത്തിലിരുന്നു കൊണ്ട് ഫോൺ ഓൺ ചെയ്ത് ചാനലുകൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ ആ സംസ്കാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രീ കെ സുധാകരൻ്റെ അനിവാര്യമായ പതനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കാരണം അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ തസ്തികയിൽ നിന്ന് പുറത്തു പോയേ മതിയാവൂ. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പലരും പറയുന്നു, ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം അത് നിഷേധിക്കുന്നു. സ്വാഭാവികമായിട്ടും ആരോഗ്യകാര്യത്തിൽ ഒരുപാട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ തൊട്ടാൽ അത് അദ്ദേഹത്തിന് വല്ലാതെ വേദനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? അദ്ദേഹം കുറേ കാലമായിട്ട് KPCCയുടെ എത്ര യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു എന്ന് ആ KPCC സഹഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തും. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല, പങ്കെടുത്തിട്ടില്ല. ഭരണനിർവഹണം തകരാറിലാണ്. KPCCയിലെ ഭരണം അദ്ദേഹം നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തകരാറിലാണ്. വളരെ കാര്യപ്രാപ്തിയുള്ള M. ലിജുവിനെ പോലുള്ള ഒരാളിനെ പകരം അവിടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട് കാര്യമായ തകരാറില്ലാതെ അദ്ദേഹം കൊണ്ടുപോകുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. ഇത് KPCCക്ക് അകത്ത് തന്നെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നേതാക്കൾ അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കയ്യൂക്ക് രാഷ്ട്രീയം. കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിണറായി വിരുദ്ധതയാണ് കെ സുധാകരൻ്റെ എക്കാലത്തെയും തുറുപ്പ് ചീട്ട്. CPM വിരുദ്ധത പോലുമല്ല, പിണറായി വിരുദ്ധതയാണ്. അപ്പോൾ ആശയപരമായിട്ട് KPCC അധ്യക്ഷന് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഒരു ഇഞ്ച് പോലും. എന്ത് ആശയ അടിത്തറയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആ നേതാക്കൾക്ക് തന്നെ സംശയമുണ്ട്. ഇപ്പോൾ BJP ആണോ മുഖ്യ ശത്രു എന്ന കാര്യത്തിൽ സുധാകരന് സംശയമില്ല. കാരണം BJP അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു അല്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സണാണ്. അപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന KPCC പ്രസിഡന്റ് ഒരു വ്യക്തിക്കെതിരെ മാത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആയുധങ്ങൾ കൂർപ്പിക്കുകയും തൊടുത്തുവിടുകയും മറ്റ് കാര്യങ്ങളിൽ അലസതയോ ഉപേക്ഷക്കുറവോ കാണിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൗർബല്യമാണ് കോൺഗ്രസിൻ്റെ ആ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകാൻ ഇടയാക്കിയ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു കാര്യം, ഈ ആശയാടിത്തറയെക്കുറിച്ച് പറഞ്ഞു. KPCCക്ക് പിന്നെ ഗവേഷണ വിഭാഗവും അങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. അതിൻ്റെ ചുമതലയിലേക്കാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പോയത്. ചെറിയാൻ ഫിലിപ്പിനെ അങ്ങനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുവെന്ന് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. ചെറിയാൻ അതിന് പര്യാപ്തനായ ഒരു നല്ല സുഹൃത്തുമാണ്. പക്ഷേ ആ ചെറിയാൻ ഫിലിപ്പിനെ പോലും ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള കോൺഗ്രസിൽ ഒരു കാലത്ത് ഒരു ആശയാടിത്തറ പ്രചരിപ്പിക്കാൻ പര്യാപ്തനായിരുന്ന ആളുകളെ പോലും അവർ മൂലക്കിരുത്തി കളഞ്ഞു. പകരം എന്താണ്, കയ്യൂക്ക് രാഷ്ട്രീയത്തിന് പ്രചാരം കൊടുത്തു. ആ കയ്യൂക്ക് രാഷ്ട്രീയത്തിൻ്റെ വക്താവായ സുധാകരൻ അതുകൊണ്ട് തന്നെ വളരെ അപമാനിതനായി പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. എനിക്ക് അസുഖങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് പരസ്യമായി പറയേണ്ടി വന്നു. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനോ സുധീരനോ പോയപ്പോൾ അവസ്ഥയല്ലത്. അല്ലെ, പ്രതീക്ഷാ നിർഭരനായി ജീവിച്ച് 1.5 വർഷക്കാലം മാത്രം ഇരിക്കാൻ യോഗം കിട്ടിയ MMSൻ്റെ അവസ്ഥയല്ല സുധാകരൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം കൂടുതൽ അപമാനിക്കപ്പെടുന്നു. പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപവും അദ്ദേഹം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന അവകാശവാദങ്ങളുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ ശ്രീ എബ്രഹാം മാത്യു, ഇവിടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് ഒരു ഇലക്ഷൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അടവ് നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പേ ബ്ലോക്ക് തലത്തിൽ ഇടപെടുകയാണ്. ഏറ്റവും ഒടുവിൽ ഇനി വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ VD സതീശൻ അത്തരത്തിൽ ചെയ്യുന്നുവെന്ന്. സുധാകരൻ ശരിയായിരിക്കാം, അത് സുധാകരൻ്റെ മാത്രം കുഴപ്പമില്ലല്ലോ, ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ലേ. ആ സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഭാവഭാരവും സുധാകരനെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ രോഗിയാക്കി പറഞ്ഞു വിടുന്നു. ഇപ്പുറത്ത് VD സതീശൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു അൺപാർലമെൻ്ററി എന്ന് പറയാവുന്ന രീതിയിൽ
ഒരു നീക്കങ്ങൾ അദ്ദേഹത്തിനോട് നടത്തുന്നു. പരസ്യമായി വാർത്താ സമ്മേളനം എത്തുമ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തോടാണ്, അദ്ദേഹം പറയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതിൻ്റെ കയത്തിലേക്ക് തള്ളിയിടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വി ഡി സതീശ പക്ഷ പ്രവർത്തികൾ ഈ വിഷയത്തിൽ നിർണായകമല്ലേ? അത് കോൺഗ്രസ് പ്രവർത്തകരിൽ എങ്ങനെയായിരിക്കും അത് രൂപപ്പെടുത്തുന്നത്? അല്ല, അജിംഷാദ്, എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ 2 ധാരകളുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ AI എന്നുള്ള വിഭാഗം മാറിയല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വന്ന ശേഷമായിരിക്കും കോൺഗ്രസ്സിൽ AI എന്നുള്ള 2 വാക്കുകൾക്ക് മൂല്യശോഷണം സംഭവിച്ചു. ഇപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പിലൂടെ ഉയർന്നു വന്ന ആളുകൾ പോലും ആ വിശേഷണത്തെ ഉയർത്തിപ്പിടിക്കുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വന്നു നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന എക്കാലത്തുമുള്ള ഈ 2 ധാരകളുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ ശക്തമായിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണല്ലോ അതിൻ്റെ പലതരം ദുര്യോഗങ്ങൾക്കും കാരണമായത്, നമുക്കറിയാം. അതുപോലെ ഈ പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. സുധാകരൻ പലപ്പോഴും, ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്, സുധാകരൻ പലപ്പോഴും പല നേതാക്കളെയും വളരെ ജൂനിയറായി അദ്ദേഹം കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജൂനിയറായി കാണാൻ ശ്രമിക്കുന്നു. അദ്ദേഹം കോൺഗ്രസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ച ശൈലി ഈ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ മുൻനിർത്തിയുള്ള പൊളിറ്റിക്സാണ്. അതൊരിക്കലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അത് ഏറ്റെടുക്കാൻ ചിലപ്പോൾ കോൺഗ്രസ്സിലെ മറ്റ് നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ അതിന് സമാനമായിട്ടുള്ള ജാതി രാഷ്ട്രീയത്തിൻ്റെ നേർത്ത നൂലിഴകളും ഈ സുധാകരൻ്റെ മൂവ്മെൻറ്റിലുണ്ട്. സുധാകരൻ അങ്ങനൊരു സെക്കുലർ ഇമേജിൻ്റെ ആളല്ല, സെക്കുലർ സംസ്കാരത്തിൻ്റെ ആളല്ല. അദ്ദേഹം വാടാ പോടാ വിളിക്കാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരുത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന, ആ കരുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് സംശയമുണ്ട്. കരുത്ത് കാണാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ്, കാണിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യങ്ങൾ ആ പാർട്ടിയിലെ 2ാം നിര നേതാക്കളോ 3ാം നിര നേതാക്കളോ പിന്തുടരാൻ സാധ്യത തീരെ കുറവാണ്. അത് കാലഹരണപ്പെട്ട ഒരു സങ്കല്പമാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരും പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആവാം ഈ ക്ലാഷ് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശയപരമായ ക്ലാഷൊന്നുമല്ല, ഈ കാഴ്ചപ്പാടിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാഷ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. പക്ഷെ നമ്മളിവിടെ കാണേണ്ടത്, ഇതൊക്കെ നടക്കുമ്പോഴും ഇപ്പോഴും ഈ വർക്കിംഗ് കമ്മിറ്റിയിലും സോണിയാഗാന്ധിയുടെ വീട്ടിലുമൊക്കെ ഏറ്റവും സ്വാധീനമുള്ള AK ആന്റണി വളരെ നിശബ്ദനായിട്ടിരുന്ന് ഈ ഏറ്റുമുട്ടലുകളെ താലോലിക്കുകയോ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനും BJPയിലേക്ക് പോയി അത്തരത്തിലൊരു ആഘാതം കോൺഗ്രസിന് നൽകിയ വ്യക്തി കൂടിയാണ് AK ആന്റണി. ഏറ്റവും കൂടുതൽ നേട്ടവും ഏറ്റവും കൂടുതൽ ആശയമുഖവും കോൺഗ്രസിൻ്റെ പേരിൽ സംഭവിച്ചുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ തിരിച്ചെത്താം ശ്രീ അബ്ബാം മാത്യു. ശ്രീ AK ഷാനിബ്, ശരിയാണ്, ഇപ്പോൾ K സുധാകരൻ്റെ ശൈലികളുടെ കാര്യത്തിൽ ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള ശൈലികളുണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹം പല ഘട്ടങ്ങളിലും സെമി കേഡറാക്കാൻ ശ്രമിച്ചു. ഇതിനെയൊക്കെ നിന്ന് പൊളിച്ചത് ആരാണ്? ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം, സുധാകരനെ മാറ്റാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരു പടനീക്കവുമായി അത് VD സതീശൻ്റെ കുബുദ്ധിയാണ്, VD സതീശൻ്റെ നീക്കമാണ് എന്ന അർത്ഥത്തിൽ കോൺഗ്രസ്സിലെ ഒരു വലിയ പട തന്നെ സുധാകരനോടൊപ്പം ചേർന്നു. സുധാകരനോട് വിയോജിപ്പുള്ളവർ പലരും. പക്ഷേ ഈ ഘട്ടത്തിൽ K മുരളീധരൻ മാത്രമാണ് പരസ്യമായി ഇതിനെ വിമർശിക്കാൻ തയ്യാറായത്. ചെന്നിത്തല അല്ലെങ്കിൽ ഈ പറയുന്ന AK ആൻ്റണി ഏത് തരത്തിലുള്ള റോളാണ് അവിടെ എടുക്കുന്നതെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ശശി തരൂർ അടക്കമുള്ള ആരും പരസ്യമായി ഈ വിഷയത്തിലൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. അത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ AK ഷാനിബ്? അല്ല, ഈ പാർട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനകത്ത്, അത് തന്നെ ആവർത്തിക്കേണ്ടി വരികയാണ്. കാരണം ഇപ്പോ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ വെച്ചു. ഇങ്ങനെ ഈ തലകൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇവർ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പല നേതാക്കളും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ആദ്യം മാറ്റുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ വരും, പിന്നെ അത് മാറ്റാൻ പാടില്ല എന്ന് വരും. മാറ്റിയാൽ ഞാൻ കാണിച്ചു തരാം, എന്നെ തൊഴാൻ പറ്റില്ല എന്ന് KPCC പ്രസിഡന്റ് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ഒരു പാർട്ടി, ഏത് പാർട്ടിയിലാണ് ഇങ്ങനെ നിരന്തരം KPCC പ്രസിഡന്റിനെ ഇപ്പൊ മാറ്റും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ ഉറച്ച് ഇരിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പാർട്ടിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വ്യക്തികളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, K സുധാകരൻ ഒരു സെക്യുലർ അല്ല എന്ന നിലയിൽ ഒരു അഭിപ്രായം ഇവിടെ സൂചിപ്പിച്ചു. ആരാണ് പിന്നെ സെക്യുലർ എന്ന് പറയുന്നത്?
ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന VD സതീശനെയാണോ നമ്മൾ സെക്കുലർ എന്ന് വിളിക്കുന്നത്? ഇതിനകത്ത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു മുൻപ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, K കരുണാകരൻ, ഉമ്മൻചാണ്ടി. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരാണ് ആ രണ്ട് ധ്രുവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അവനവന് അധികാരത്തിലെത്താൻ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണം, VD സതീശന് മുഖ്യമന്ത്രിയാകണം, K സുധാകരന് മുഖ്യമന്ത്രിയാകണം, K മുരളീധരന് മുഖ്യമന്ത്രിയാകണം. ഇങ്ങനെ ഒരു പിടി മുഖ്യമന്ത്രിമാരാണ് ഇപ്പൊ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരാളെ ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റാൻ ഒരു ശ്രമം നടക്കുമ്പോൾ മാറ്റിക്കോട്ടെ, ഇപ്പോ ബാക്കിയുള്ള എല്ലാവരും അപ്പൊ ആ കാര്യത്തിന് ഒരുമിച്ച് നിൽക്കും, ഒരു ശല്യം, ഒരാൾ ഒഴിഞ്ഞു കിട്ടും എന്നാണ്. അടുത്തത് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാറ്റം വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെയാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടാകും. അപ്പോൾ ഈ ആളുകളൊക്കെ കൂടി പിന്നെ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു തത്വദീക്ഷയും ഇല്ലാതെ, ഒരു ആശയപരമായ അടിത്തറയും ഇല്ലാതെ, അധികാരം എന്ന ഒരു കാര്യത്തിന് പുറത്തേക്ക് മാത്രം, അതിന് പുറകെ മാത്രം സഞ്ചരിക്കുന്ന, അതിന് ഏത് പിന്നെ പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗമായി ആ പാർട്ടി മാറുന്നു എന്നുള്ളതാണ്. അവർക്കൊരു ആശയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ല. സമരങ്ങൾ പോലും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല. എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാൻ കോൺഗ്രസിൽ പുതുതായി കടന്നു വരേണ്ട ചെറുപ്പക്കാർ, KSUവിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോടൊക്കെ എന്ത് രാഷ്ട്രീയമാണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കേവലം റീൽസും കേവലം മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന കസർത്തുകളുമല്ലാതെ ഒരു യഥാർത്ഥ രാഷ്ട്രീയം പറയാനില്ലാതെ ഒരു വ്യക്തിയെ മാറ്റിയാൽ ഈ പ്രശ്നമൊക്കെ തീരും. ഈ തന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന ഒരാൾ താൻ രോഗിയല്ല എന്നൊക്കെ K സുധാകരന് പറയേണ്ടി വരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ശ്രീ എബ്രഹാം മാത്യു നിരീക്ഷിച്ചതുപോലെ ഈ അസുഖമുണ്ട് എന്നറിഞ്ഞപ്പം ബോഡി ബിൽഡിങ്ങിൻ്റെ പടവിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് KPCC പ്രസിഡന്റ്. മുമ്പുള്ള KPCC പ്രസിഡന്റ് രീതിയുള്ള കാര്യമല്ല. ഇവിടെ നോക്കൂ, അതാരാണ് മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന നേതാവ്? ഇവിടെ KC വേണുഗോപാലിൻ്റെ റോൾ എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? കാരണം KC വേണുഗോപാൽ ഈ മത നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നതും വാർത്തകൾ വരുന്നതും. മാത്രമല്ല ഈ സാമുദായിക നേതാക്കന്മാരൊക്കെ അതിനെതിരായി രംഗത്ത് വരുന്നു എന്നും കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ പക്ഷേ KC വേണുഗോപാലാണ് ഇപ്പോൾ K സുധാകരന് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഒരു കരുത്തായി താങ്ങായി നിൽക്കുന്നതെന്നും കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താണ് KC വേണുഗോപാലിൻ്റെ റോൾ? ഒന്ന് കല്ലും കടിയും തീർത്താൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പൂർണ്ണമായി നമുക്കിപ്പോ പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ K സുധാകരനും VD സതീശനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ട് എന്നുള്ളത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആ സംഘർഷം പരമാവധി പിന്നെ പാരമ്യത്തിലെത്തിക്കുക, പരമാവധി സംഘർഷം ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഡൽഹിയിൽ നിന്ന് പിന്നെ കേരളത്തിലേക്ക് കടന്നു വരാം എന്ന സ്വപ്നമാണ് KC വേണുഗോപാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആ സ്വപ്നം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന സീറ്റ് വേണ്ടേ? അല്ല, അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ്. പക്ഷെ ഞാൻ പറയാം, അതാണ് തെരഞ്ഞെടുപ്പിൽ പിന്നെ വോട്ട് ചേർക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധയില്ല. ഇതൊക്കെ ഞാൻ കോൺഗ്രസിനകത്ത് നിന്ന് പറയേണ്ട കാര്യമാണ്. ഞാൻ എന്തിനാണ് പിന്നെ അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ജയിക്കണമെന്നും സീറ്റ് കിട്ടണമെന്നും അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ബാക്കി താഴെ തട്ടിലുള്ള ഒരു പണിയും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവർ വിചാരിക്കുന്നത് എന്താണ്? അധികാരത്തിൽ വരും, പിന്നെ ഈ പറയുന്ന ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിലൊക്കെ കൈകൂപ്പി നിന്നാൽ പിന്നെ ഈ പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ RSSും SDPIയും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പിന്നെ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊക്കെ സ്വപ്നം അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കാൻ വേണ്ടി ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഈ നാടിന്റെ ഭരണം ഏൽപ്പിക്കാൻ കഴിയും എന്ന് ജനങ്ങൾ കരുതുമെന്നാണോ? നമ്മൾ അതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, കുറെ ആളുകൾ അവിടെ തല്ലും പിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മുന്നിലേക്ക് കയറുന്നു, മറ്റാൾ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ഒരു വിധം മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ വേറെ എവിടെ നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നു, അവിടെ കൊണ്ടു നിർത്തുന്നു. എന്നതിൽ മുഴുവൻ വീഡിയോ കണ്ടപ്പോ ഒരു സൈഡിൽ പിന്നെ ഒരു വിഭാഗം ആളുകൾ തല്ലുകൂടുന്നു, മറ്റൊരു സൈഡിൽ അതേ തല്ലുകൂട്ടം കുറെ നേതാക്കന്മാർ വേറെ നേതാക്കൾ നടത്തുന്നു. ഇങ്ങനെ ഒരു നാട മുറിക്കാൻ, ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കാൻ പരസ്പരം തല്ലുകൂടുന്ന നേതാക്കളുടെ കയ്യിൽ ഈ നാടിന്റെ ഭരണം വെച്ചു കൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകും എന്നാണോ ഇവർ കരുതുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെയാണ് ഒരു നാടിന്റെ
ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി മുച്ചൂടും ആ പാർട്ടി പിന്നെ അധികാര മോഹത്തിന്റെയും അവനവനിസത്തിന്റെയും ഒക്കെ ഒരു നിലയിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ. കെ മുരളീധരൻ പറഞ്ഞു, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളെയെങ്കിലും വെക്കണേ എന്ന് പറയുകയാണ്. ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ആളുകളെ നയിക്കാൻ കഴിയുന്ന, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളില്ലാത്ത ഒരു പാർട്ടിയായി, ഒരാൾക്കൂട്ടമായി, ആരും നയിക്കാൻ കഴിയാത്ത ഒരു ആട്ടിൻ പറ്റത്തെ പോലെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ KPCC പ്രസിഡന്റ് ആയിട്ട് പോലും ഡൽഹിയിൽ നിന്ന് ആളുകളെ കൊണ്ട് വന്ന് ഇവിടെ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നു എന്നതിൽ വലിയ പിന്നെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഈ അവസ്ഥയിൽ ആ പാർട്ടിയെ കാണുന്നതിൽ യഥാർത്ഥത്തിൽ എനിക്ക് നിരാശ തന്നെയാണുള്ളത്. ആ പാർട്ടി പിന്നെ എന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ പാർട്ടിക്കെതിരെയുള്ള കാര്യകാരണ സഹിതം ഓരോ ഉദാഹരണങ്ങൾ സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നിലപാട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പുറത്താക്കപ്പെട്ടതാണ്. മുങ്ങുന്ന കപ്പലിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയതിനോട് അവരോടുള്ള നന്ദി പറയാൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പാർട്ടി ഇങ്ങനെ പരസ്പരം പാരവെക്കുന്ന, ഗ്രൂപ്പ് കളിക്കുന്ന, ഇങ്ങനെ പരസ്പരം അയാൾക്ക് അസുഖമാണ്, മറവിയാണ് എന്ന് അടക്കം പറയുന്ന, സ്വകാര്യം പറയുന്ന, വാട്സപ്പിൽ അത് സന്ദേശം അയക്കുന്ന, അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കുറെ ആളുകളായിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് ചോദിച്ചത് KC വേണുഗോപാലിന്റെ റോൾ എന്താണ് എന്നാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമവായം ഉണ്ടാക്കാൻ ഒരു നേതാവ് അവിടെ നിന്ന് ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടും. ആ നേതാവിന്റെ പേരാണ് KC വേണുഗോപാൽ എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന നിലയിൽ ഈ പ്രശ്നങ്ങളെ കൂടുതൽ പിന്നെ സങ്കീർണമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് വന്ന് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ ഒരു മാറ്റത്തെ കുറിച്ചുള്ള ചർച്ചയെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റുന്നുണ്ട്, അതിന്റെ സമയം മാറ്റും എന്നാണല്ലോ പറയേണ്ടത്. K. സുധാകരൻ പറയുന്നത് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല, മാറണം എന്ന കാര്യത്തെ കുറിച്ച് ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് വന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ആ കാര്യം ആലോചിക്കൂ എന്ന് പറയാതെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകണം എന്നാഗ്രഹിക്കുന്ന ഒരു അദൃശ്യ പിന്നെ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ KC വേണുഗോപാൽ അവിടെ നിൽക്കുന്നു. എന്നാൽ മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റും എന്ന നിലയിൽ, മാറ്റണം എന്ന വാശിയിൽ VD സതീശൻ നിൽക്കുന്നു. ഇങ്ങനെ ഈ രീതിയിൽ ആരാണ് പിന്നെ നയിക്കേണ്ടത് എന്ന നിലയിൽ ഒരാളെ ചൂണ്ടിക്കാണില്ലാത്ത പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ശ്രീ J. അജിത് കുമാർ, ഈ മുമ്പ് കരുണാകരൻ്റെയും ആൻ്റണിയുടെയും ഒക്കെ കാലത്തും ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും ഒക്കെ ഘട്ടങ്ങളിലും മുല്ലപ്പള്ളിയുടെയും ഒക്കെ സുധീരൻ്റെയും ഒക്കെ ഘട്ടങ്ങളിൽ നാം അതിലൊരു ആശയപരമായ ഗ്രൂപ്പ് പോരിൻ്റെ ചില കാര്യങ്ങൾ കണ്ടിരുന്നു. വ്യക്തിപരമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഇത് മൊത്തം കേൾക്കുമ്പോൾ ഒരു എമ്പുരാൻ സിനിമയുടെ റീല് കാണുന്നത് പോലെയുണ്ട്. അപ്പോൾ ഈ തള്ളുകൂടുന്ന കോഴിക്കോട്ടെ DCCയുടെ ഉദ്ഘാടന വേളയിൽ തള്ളുകൂടുന്ന നേതാക്കന്മാരുടെ ആ ചിത്രത്തിൻ്റെ ഒരു വലിയ പതിപ്പാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയം എന്നാണ് നിരീക്ഷിക്കുന്നത്. AK ഷാനിബ് ഒരുപക്ഷെ ഇറങ്ങി വന്ന ആളിൻ്റെ കേവലമായ ചില ചിന്തകളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു തള്ളാം. പക്ഷേ കൂടെ കിടന്നവനെ രാപ്പനെ അറിയൂ എന്നൊരു വസ്തുതയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ എന്തൊക്കെയോ അനുചിതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു, വരുതാത്ത എന്തൊക്കെയോ നടക്കുന്നു, അല്ലെങ്കിൽ നേതൃനിരയിൽ അനുരഞ്ജനമില്ല എന്നൊക്കെയുള്ള പറച്ചിൽ കുറേ കാലം കൊണ്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളതുപോലുള്ള ചില പടലപ്പടക്കങ്ങളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്, കേഡർ സ്വഭാവമുള്ള പാർട്ടികളിലും ഉണ്ട്. നമുക്കറിയാം, കേരളത്തിലെ CPM-ലുണ്ട്, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ CPM-ലുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ BJP-യിലുണ്ട്. BJP-യിൽ ഇപ്പോൾ നേതൃമാറ്റം ഉണ്ടായല്ലോ. കേരളത്തിലെ ഏത് പാർട്ടിയിലാണ് പിന്നെ പാർട്ടി അധ്യക്ഷൻ പാർട്ടി ലീഡറെ വെച്ച് വിളിക്കുന്ന ഏത് പാർട്ടിയാണ് കേരളത്തിലുള്ളത്? അതും പരസ്യമായിട്ട്. മിസ്റ്റർ ഷാനിബ്, നമുക്കറിയാമല്ലോ ഈ എല്ലാ പാർട്ടിയുടെയും നേതൃനിരയിൽ നേതാക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങളും ചില പരിഭവങ്ങളും പിണക്കങ്ങളും പ്രതിഷേധങ്ങളും താങ്കൾ നേരത്തെ പറയുകയുണ്ടായല്ലോ, എല്ലാവരും ഇങ്ങനെ സ്ഥാനമോഹികളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു താഴെ തലം മുതൽ ഉന്നത ഹൈക്കമാൻഡായാലും PB ആയാലും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയോ പിന്നെ അമിത്ഷായുടെയോ തലത്തിലാണെങ്കിൽ പോലും ഈ സ്ഥാനമോഹം എന്ന് പറയുന്ന മനുഷ്യ സഹജമായ
ദൗർബല്യമോ അല്ലെങ്കിൽ ശക്തിയോ ആണ്. ആർക്കാണ് ഇവിടെ സ്ഥാനമോഹം? അല്ലല്ല, അപ്പൊ ആ ഒരു രാഷ്ട്രീയ സ്ഥാനമോഹം എന്നത് ഭ്രഷ്ടനാകാൻ പോകുന്ന ആളും അയാളെ ഭ്രഷ്ടനാക്കുന്ന ആൾക്കും ഉണ്ടല്ലോ. അല്ലല്ല, ഇതിനകത്ത് ഒരു പ്രശ്നം വേണ്ട, ആർക്കും പ്രശ്നം കൽപ്പിക്കുന്നില്ല, ആരും പ്രശ്നരാകാനും പോകുന്നില്ല. ഇപ്പോ നമ്മൾ ഒരു കാര്യം, നമ്മൾ ഈ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മാറ്റം പല ഘട്ടങ്ങളിലും അനിവാര്യമാവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇനി വരുന്ന ഒരു കൊല്ലക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇപ്പോൾ ഈ കലണ്ടർ വർഷത്തിൻ്റെ അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, ഇവിടുന്ന് ഒരു വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം എല്ലാ പാർട്ടികൾക്കും വളരെ നിർണായകമാവുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസും അത് നേതൃത്വം കൊടുക്കുന്ന UDF-ഉം ഇത് വളരെ ആ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത തവണ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സാഹചര്യം അചിന്ത്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില വശങ്ങളുണ്ട് ശ്രീ ജയജിത് കുമാർ. നമുക്ക് നോക്കണം. ഇപ്പോൾ പാർലമെൻ്ററി കാര്യ യോഗം ചേർന്ന, അല്ലെങ്കിൽ പാർലമെൻറ്റ് നേതാക്കന്മാരുടെ യോഗം ചേർന്നതിന് ശേഷം ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവായി തുടരൂ എന്ന് കൂടുതൽ MLA-മാരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മാറണമെങ്കിൽ താൻ മാറാമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹത്തിന് കണ്ണീരോടുകൂടി കൻ്റോൺമെൻറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ണീരിൻ്റെ പുറപ്പാടായിരുന്നു അന്ന് കണ്ടത്. ഇന്ന് അതിനേക്കാൾ മൂർച്ഛിക്കുന്ന ഒരു ഘട്ടം. രോഗിയാണെന്ന് പറയുന്ന ഒരു പ്രസിഡന്റിന്, KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തൊരു സ്ഥാനമാണ്, ആരൊക്കെയാണ് അത് അലങ്കരിച്ചത്? അദ്ദേഹത്തിന് വന്നിരുന്ന് പറയേണ്ടി വരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിച്ചോളൂ, തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, മൂലക്കിരുത്താൻ ഒരു നേതാവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനോട് നിങ്ങൾ പോയി ചോദിക്കൂ, ഞാൻ മാറുകയൊന്നുമില്ല, എനിക്കെതിരെ അങ്ങനെ വരണ്ട, അതിനുള്ള ശക്തി എനിക്കുണ്ട് പോരാടാൻ എന്ന് കെ സുധാകരൻ പറയുന്നത്. എന്നെ മൂലക്കിരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ പാർട്ടിക്കുള്ളിൽ എനിക്ക് ശത്രുക്കൾ ഇല്ല എന്നാണ് ശ്രീ സുധാകരൻ പറഞ്ഞത്. സുധാകരൻ പറഞ്ഞു, ഒരു നേതാവ് തന്നെ എന്നെ മൂലക്കിരിക്കാൻ ശ്രമിക്കുന്നു. ചില നേതാക്കന്മാർ ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതിന് പിന്നിലുണ്ട്, അത് അന്വേഷിക്കാൻ ഹൈക്കമാൻഡിനോട് പറയുമെന്ന് വരെ പറഞ്ഞു. എനിക്ക് പാർട്ടിക്കുള്ളിൽ ശത്രുക്കളില്ല എന്ന് പറയുന്ന സുധാകരനെ ആ വാക്കുകൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അല്ല, ഒരു KPCC പ്രസിഡന്റ് പരിമിതിയാണ്. KPCC പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട്. അത് അവരോട് ഹൈക്കമാൻഡിനോട് പോയി ചോദിക്കൂ. അങ്ങനെ എന്നെ അങ്ങ് അടിച്ച് പുറത്താക്കാനൊന്നും ആർക്കും പറ്റത്തില്ല എന്ന് വരെ ഒരു വേളയിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്ക്, എന്നെ തൊടാൻ പറ്റില്ല, അങ്ങനൊന്നും എന്നാണ് പറഞ്ഞത്. അത് ഹൈക്കമാൻഡിന് പോലും അർത്ഥത്തിൽ ഒരു പേടി നൽകുന്നതാണ്. അല്ലല്ല, ഈ ഹൈക്കമാൻഡിൻ്റെ എല്ലാ തീരുമാനങ്ങളും യുക്തിസഹമാണ് അല്ലെങ്കിൽ ശരിയാണ്, സാഹചര്യങ്ങൾക്ക് അനുസൃതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ്, താങ്കൾക്ക് പറയാം, KPCC അധ്യക്ഷൻ അങ്ങനെ പരസ്യമായി പറയാമോ? DCC പ്രസിഡന്റുമാരെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ പരം എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ ഒരു മണ്ടൻ തീരുമാനമായിരിക്കുന്നതാണ്. DCC പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രാദേശിക തലത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട നേതാവാണ്. അതിന് ഡൽഹിയിൽ ഇരുന്ന് അവർ തീരുമാനിക്കുകയല്ല. ഇപ്പോൾ വയനാട്ടിലെ DCC പ്രസിഡന്റ് ആരായിരിക്കണം, മലപ്പുറത്തും DCC പ്രസിഡന്റ് ആരായിരിക്കണം എന്ന്, പത്തനംതിട്ടയിൽ ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഡൽഹിയിലിരിക്കുന്ന ഹൈക്കമാൻഡിലെ അംഗങ്ങളല്ല. അപ്പോൾ അത്രത്തോളം പോലും യാഥാർത്ഥ്യബോധം ഇല്ലാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് പരാതികളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ഇതായിരുന്നു, തന്നെ ബൈപ്പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ബ്ലോക്ക് തലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ അല്ലാതെ ബ്ലോക്ക് തലങ്ങളിൽ KPCC പ്രസിഡന്റ് അറിയാതെ നേരിട്ട് VD സതീശൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. അത് ശരിയാണോ? ഒരു ആൾക്കൂട്ട പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ കേഡർഷിപ്പിൽ ഇല്ലാത്ത പാർട്ടി ആയിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്താണ് അങ്ങനെ ബൈപ്പാസ് ചെയ്യുന്നത് ശരിയാണോ KPCC അധ്യക്ഷൻ? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മൂർച്ചയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നില്ലേ അതൊക്കെ? അല്ലല്ല, ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഈ പറഞ്ഞതുപോലെയുള്ള സ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നയിക്കാൻ ആരുണ്ടാകും, അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയാൽ, അല്ലെങ്കിൽ പിന്നെ അത് നേതൃനിരയിലേക്ക് ആര് കടന്നു വരും എന്നൊക്കെയുള്ള ഇങ്ങനെ ചിന്തകൾ, അനാവശ്യമായ അടിസ്ഥാനരഹിതമായ ചില ചിന്തകളിൽ നിന്ന് ആവിർഭവിച്ചതാണല്ലോ. ഇനി ഒരു മൂന്നാം LDF സർക്കാരിൻ്റെ 2 സർക്കാരിൻ്റെ 9 വർഷമായി, 10-ാം ഇനിയൊരു തുടർച്ച കൂടി ഉണ്ടാകും എന്നുള്ള ആ ഒരു ക്യാപ്സ്യൂളുള്ള രാഷ്ട്രീയമുണ്ടല്ലോ, അതുപോലും കോൺഗ്രസിനെ പഴി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഇത് നടക്കുന്നത്. ഇനിയും കേരള ജനതയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ? അപ്പോൾ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം നിർണായകമാണ്. ജീവൻ മരണ പോരാട്ടം ജനങ്ങൾ അറിഞ്ഞു. ഇപ്പോഴാണ് യഥാർത്ഥ വികസനം എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ജീവൻ വിഴിഞ്ഞം പോലും. അപ്പോൾ പറയല്ലേ, വിഴിഞ്ഞത്തിന്റെയും അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ ഒന്നും കാര്യം പറയല്ലേ? അല്ലല്ല, ഒരു
സാമാന്യ മര്യാദ നമുക്ക് അറിയാമല്ലോ. വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ. സാധാരണ ജനങ്ങൾക്ക് നമ്മളെക്കാളും കൂടുതൽ ഇപ്പോൾ അറിയാം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിപ്പോൾ ഞാൻ ചില പ്രയോഗങ്ങൾ ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ചില പണ്ട് മലയാളത്തിലെ പ്രിയങ്കരനായ ഒരു നോവലിസ്റ്റ് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ക്ലീശയായിപ്പോയി. പക്ഷേ അങ്ങനെ ഈ പറഞ്ഞ പോലെയുള്ള വികസനം, ഈ വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഞൊടിയിടയിലുണ്ടാകുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. അത് വിടുക. കാരണം ദേശീയപാതയിൽ 25% മുടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അങ്ങനെ കൊടുക്കേണ്ടി വന്നത് പോലും ആ കരാറുമായി മുമ്പോട്ട് പോയ മുൻകാലങ്ങളിൽ ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമാണ്. അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഈ രണ്ട് പിണറായി വിജയൻ സർക്കാർ വികസനത്തിന്റെ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയുടെ വിലയിരുത്തലല്ല, പൊതുവിൽ നിലയിൽ നാം കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് അബദ്ധമല്ല, 3.0 അബദ്ധമല്ല. വലിയ ഗീർവാണം കേട്ടു. 2020 ഒരു വർഷത്തിനുള്ളിൽ കാസർഗോഡ് മുതൽ പിന്നെ തിരുവനന്തപുരം വരെ നമ്മളങ്ങനെ എന്താ പറയുക, നാഷണൽ ഹൈവേ കൂടി ഇങ്ങനെ അങ്ങ് നമ്മൾ പറന്നിങ്ങെത്തും എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായി. ഈ നാഷണൽ ഹൈവേയുടെ വികസനം എന്നേ നടക്കേണ്ടതായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരത്ത് കൊല്ലം വരെ മനുഷ്യൻ എത്തപ്പെടാൻ 4 മണിക്കൂർ വേണം. കേരളത്തിലെ ദേശീയപാത വികസനം, കേരളത്തിന്റെ മഞ്ഞക്കല്ലൂരി കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിച്ചവരാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിന് മറുപടി തരാൻ അനുവദിക്കൂ. കോൺഗ്രസിലേക്ക് വരാം. ദേശീയപാത വികസനത്തിനെ ഇത്രയും പിന്നോട്ടടിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ അന്നത്തെ നേതൃത്വത്തിന്റെ ചില ദുശാഠ്യങ്ങളാണെന്നുള്ളത് മലയാളിക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ല, 25% നമുക്ക് മുടക്കേണ്ടി വന്നത് ഈ ദേശീയപാത വികസനം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ അത് പിണറായി വിജയൻ സർക്കാരിന്റെയും പിണറായി എന്ന മുഖ്യമന്ത്രിയുടെയും എഫർട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ എബ്രഹാം മാത്യു അടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതിലേക്ക് നമ്മൾ പോകണ്ട. അത് ചർച്ചയുടെ സമയം കളയാനുള്ള 45 മീറ്റർ വീതിയിൽ ദേശീയപാത വന്നാൽ കേരളത്തിനെ 2 തുണ്ടമായിട്ട് മുറിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ പിന്നോട്ടടിച്ചത് CPM-ന്റെ നേതൃത്വമാണ്. പിന്നെ ഇതൊന്നും അതിന് നമുക്കൊരു ചർച്ച അത് വെക്കാം. ഇതിലൊന്നും പറഞ്ഞോട്ടെ, അതിലേക്ക് പോകണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്. ഈ വികസനം കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് എബ്രഹാം മാത്യു കൈ ഉയർത്തുന്നു. ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഞാൻ വഴങ്ങുന്നു. ഓക്കെ, ശ്രീ എബ്രഹാം മാത്യു ഒരു പോയിന്റ്. അജിത്ത്, നമ്മൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ വാർത്താ സമ്മേളനങ്ങളൊക്കെ കവർ ചെയ്യാൻ അജിത്തും ഞാനും ഒക്കെ പോയിട്ടുണ്ട്. നമ്മളന്ന് ചോദിച്ചിരുന്ന ഏറ്റവും പ്രധാന ചോദ്യങ്ങളിൽ ഒന്നെന്താണ്, ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി സ്ഥലമെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ആ സർക്കാരിൻ്റെ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും മറ്റ് പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയത്തുണ്ട്. പക്ഷേ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാണിച്ച അലസത നമ്മൾ പലപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്, പലപ്പോഴും കണക്കുകൾ സഹിതം. അത് ഓർമ്മയുണ്ടോ അജിത്തിന്? പറഞ്ഞോളൂ, ഞാൻ മറുപടി പറയാം. അല്ല, സെലക്റ്റീവായ ഓർമ്മശക്തിയാണ് ഇപ്പോൾ. അല്ല, അങ്ങനെ സെലക്റ്റീവ് അംബ്ലേഷ്യ ഒന്നുമല്ല, അംനീഷ്യ അല്ല കേട്ടോ. അല്ല, സോറി, ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അല്ല, പറയട്ടെ, ഞാൻ തീർന്നില്ല. അപ്പൊ ഈ വികസനം എന്ന് പറയുന്നത് സഹപ്രവർത്തകരെ കണ്ടപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. അല്ലല്ല, സമ്മതിച്ചു. അദ്ദേഹം പെട്ടുപോയി അതിൽ. അല്ല, പെട്ടതല്ല, ഞാൻ നമുക്ക് അതിലേക്ക് പോയാൽ ഞാൻ പറയട്ടെ, കേരളത്തിലെ എന്ത് വികസന പ്രവർത്തനം ആദ്യം ആര് കൊണ്ടുവന്നാലും അതിനെ നഖശികാന്തം എതിർക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു CPM-നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പിന്നോട്ട് പോയത്. എല്ലാം നമ്പർ 1 ആണെന്ന് അതൊക്കെ ക്ലീശേ വർത്തമാനമാണ്. അതെല്ലാം തെളിയിച്ചു. ദേശീയപാത വികസനം നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് എത്താം. അല്ല, ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും ദേശീയപാത വികസനമായാലും അല്ലെങ്കിൽ പിന്നെ വിഴിഞ്ഞം പോർട്ടായാലും ഇതെല്ലാം നാഷണൽ വാട്ടർ വേ എന്നും പറഞ്ഞ് കോവളം മുതൽ കോട്ടപ്പുറം വരെയും അതിനപ്പുറത്ത് കണ്ണൂർ വരെയും ഓസ്ദുർഗ് വരെയായിട്ടുള്ള ആ ദേശീയപാത വികസനത്തെക്കുറിച്ച് 40-50 വർഷമായിട്ട് ചർച്ചകൾ നടക്കുക. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ പാർട്ടികളും പ്രകടന പത്രിക ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ വന്നാൽ ഇപ്പൊ എല്ലാം ശരിയാക്കി തരും എന്നുള്ളത് ഒന്നും ശരിയായി തന്നെ വരികയാണെന്നാണ് പൊതുധാരണ. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ദേശീയപാത നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല. ഞാൻ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ എബ്രഹാം മാത്യു, പത്തനംതിട്ടയിലേക്കും പേരാവൂരിലേക്കും അങ്കമാലിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അതിനോടുള്ള എതിർപ്പും മറുചേരികളിൽ ഉയർന്നു കഴിഞ്ഞു. അത് പെരുന്നയിൽ നിന്നായാലും കണിച്ചുകുളങ്ങരയിൽ നിന്നായാലും അതിനുള്ള എതിർപ്പുകൾ ഉയർന്നു കഴിഞ്ഞു എന്നും വാർത്തകളുണ്ട്. ആരാകും അങ്ങനെയാണ് എങ്കിൽ കെ സുധാകരൻ്റെ ഈ എതിർപ്പുകളെ മറികടന്നൊരു നീക്കം നടത്തിയാൽ ആരാകും അടുത്തത്? അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്തൊക്കെ കോൺഗ്രസിൽ?
അജിംഷാദ്, എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് ഈ സാമുദായിക സംഘടനകളെല്ലാം അവരുടെ ശക്തി കാണിച്ചുകൊണ്ട് പുറത്ത് പ്രകടിപ്പിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവർക്കെന്താണ്, ഈ സാമുദായിക സംഘടനകൾക്ക് എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങളിൽ റോൾ എന്താണ്? ഇവർക്കെന്താണ് ഇത്രത്തോളം ഒരു അധികാരം ഇവർ സ്വയം ഭാവിച്ചുണ്ടാക്കുന്നതാണ്? അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല ഒരിക്കലും. ഒരു സാമുദായിക സംഘടനകളോ മതങ്ങളോ ക്രൈസ്തവ മതം, ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് അവർക്ക് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ നിശ്ചയിക്കുന്ന പ്രക്രിയയിൽ അവർക്ക് എന്ത് പങ്കാളിത്തമാണ് വേണ്ടത്, എന്താണുള്ളത്? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന നേതാവ് തന്നെ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമുദായിക സംഘടനകളെ ഇപ്പോൾ രംഗത്ത് കൊണ്ടുവരുന്നതായിരിക്കും. ഏതായാലും ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സാമുദായിക സംഘടനകൾ ഇടപെടാൻ കാരണം ആ പാർട്ടിയുടെ ദൗർബല്യം തന്നെയാണ്. അതിൻ്റെ ആന്തരിക ദൗർബല്യവും അതിൻ്റെ സംഘടനാ ശേഷിയുടെ കുറവും ആ നേതാക്കന്മാർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത്തരം സാമുദായിക നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഫലം കൂടിയാണത്. വലിയ അളവിലുള്ള ആ പ്രീണന തന്ത്രത്തിൻ്റെ തിരിച്ചടിയാണ് ആ പാർട്ടിയിലെ നേതാക്കളെ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനകത്ത് പോലും സാമുദായിക സംഘടനകൾ ഇടപെടുന്നതിന് കാരണമായി തീരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അങ്കമാലി ആയാലും പേരാവൂരായാലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി അജിംഷാദ്. പക്ഷേ ഇത് കോൺഗ്രസിനകത്ത് ഈ എ കെ ആന്റണിയും കെ കരുണാകരനും ഉള്ള കാലത്ത് അവർ സജീവമാക്കി തുടങ്ങി വെച്ചതും ചില കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അത് വിജയിച്ചതുമായ ഒരു ജാതി ഇക്വേഷനുണ്ട്. അവിടെ ക്രിസ്ത്യാനി വന്നാൽ ഇവിടെ ഈഴവൻ വരണം, ഇപ്പുറത്ത് നായർ വരണം. ഇതൊരു പകിടകളി പോലെ, ചതുരംഗക്കളി പോലെ ഒരു ഗെയിമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ നേതാക്കന്മാർ ജാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും കെ പി സി പ്രസിഡന്റ് നായരാണെങ്കിൽ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഈഴവരായിരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കണം എന്നൊക്കെ അനാവശ്യമായിട്ട് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതും അത് ചില സമയത്ത് അതിന് വിജയിച്ചു എന്ന് അവകാശപ്പെട്ടതും ഒക്കെ തന്നെ കരുണാകരൻ ആൻ്റണി കാലഘട്ടമാണ്. കരുണാകരൻ അത് സമർത്ഥമായിട്ട് കളിച്ചു. ആ സമർത്ഥമായിട്ടുള്ള കരുണാകരൻ്റെ കളിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എ കെ ആന്റണിയും അതേ നാണയത്തിൽ തൻ്റെ വിഭാഗങ്ങളിലെ ആളുകളെ, തൻ്റെ ഗ്രൂപ്പിലെ ആളുകളെ ഈ രൂപത്തിൽ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ആ പാർട്ടി അനുഭവിക്കുന്നത്. കാരണം സാമുദായിക സംഘടനകൾ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ഈ പാർട്ടിക്ക് എന്താണ് ഒരു വിലയുള്ളത്? അപ്പോൾ ഏതായാലും ആ പാർട്ടിയിൽ കെ പി സി സി അധ്യക്ഷനാകാൻ യോഗ്യതയുള്ള ആളുകളില്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഇടപെടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ രൂപത്തിൽ ഇനിയൊരു പുതിയ കെ പി സി സി പ്രസിഡന്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രേസ് ഇല്ലാതാക്കുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഈ നേതാക്കളുടെ പിടിപ്പില്ലായ്മ കൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ആ പടി ഇറങ്ങിയത് രോഷവും നിരാശയും നിറച്ച വാക്കുകളിലൂടെയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം അപമാനിതനായാണ് പുറത്തു പോയത്. അദ്ദേഹം ഒരു വലിയ പ്രതിജ്ഞ എടുത്തിട്ടാണ് പോയത്. ഇനി മേലാൽ ഞാൻ ഇന്ദിരാഭവനിലേക്ക് വരില്ല എന്ന് പറഞ്ഞാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോയത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതുവരെ കെ പി സി ആസ്ഥാനത്ത് അദ്ദേഹം പിന്നീട് വന്നിട്ടില്ല. അദ്ദേഹം കണ്ണൂരിലാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കെ പി സി സി ആസ്ഥാനത്ത് അദ്ദേഹം പോയ ശേഷം ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ബി എം സുധീരൻ ആശയങ്ങളുടെയും ആദർശത്തിൻ്റെയും ഒക്കെ വക്താവാണെന്നുള്ള ഒരു വ്യാജ നിർമ്മിതി നടത്തി വിജയിച്ച ആളാണ് അദ്ദേഹം. ആ വ്യാജ നിർമ്മിതിയിലെ വിജയിയായ സുധീരൻ പോലും അവസാനം വളരെ വളരെ കഷ്ടപ്പെട്ട രീതിയിൽ തന്നെ, അപമാനിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകാനായിട്ട് ഇടവന്നത്. അങ്ങനെ നമ്മൾ പഴയ നേതാക്കളുടെ ഒരു പരമ്പര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സൗമ്യനായിട്ടുള്ള തെന്നല ബാലകൃഷ്ണ പിള്ളയെ പോലും ആദരവില്ലാതെയല്ലേ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അപ്പോൾ അത്തരം കെ പി സി സി അധ്യക്ഷന്മാരുടെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഓരോരോ കാലഘട്ടങ്ങളിൽ വളരെ വിഷമിച്ചും അപമാനിതരായും
തൻ്റെ പിന്നീട് വരുന്നവരോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് അവർക്ക് പോകേണ്ടി വന്നത്. ആ ഒരു അവസ്ഥ വീണ്ടും ആ ചരിത്രം ആവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാം. തീർച്ചയായും. ശ്രീ എ കെ ഷാനിബ്, ഇവിടെ എബ്രഹാം മാത്യു സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഒരു സാമുദായിക കോൺഫെഡറേഷൻ, ഒരു മത നേതാക്കന്മാരുടെ കൺസോഷ്യം എന്നൊക്കെ അർത്ഥത്തിൽ പല രാഷ്ട്രീയ ഘട്ടങ്ങളും പൂർത്തിയാക്കി മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയും ഒരു മുന്നണിയുമൊക്കെയാണ് UDF-ഉം കോൺഗ്രസും UDF-ഉം എന്നൊക്കെയാണ് നാം പൊതുവിൽ മനസ്സിലാക്കുന്നത്. അത് ശരിവെക്കുന്ന ചില ഘടകങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ, ഒന്ന് സുധാകരനെ അതൃപ്തനാക്കുന്നു, രണ്ട് VD സതീശനെ എതിർക്കുന്നവർ അസ്വസ്ഥമാകുന്നു സുധാകരനെ മാറ്റിയാൽ. ഇതൊക്കെ മറികടന്ന് വരുന്ന നേതാവിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പോസ്റ്റർ കണ്ടില്ലേ, മുഖം ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവരാരെങ്കിലും വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് സേവ് കോൺഗ്രസ് ഫോറം. അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ, അപ്പോൾ വലതുകാല് വെച്ചാലും ഇടതുകാല് വെച്ച് കയറിയാലും അടി ഉറപ്പ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം എടുത്തെറിയപ്പെടുകയാണോ? ബ്രഹ്മത്ത് സാർ പറഞ്ഞതുപോലെ അദ്ദേഹം മുൻപൊക്കെ കോൺഗ്രസിനെ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വായിച്ചിട്ടുള്ളത്. അന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് പോലും ഇപ്പോ നിരാശ തോന്നുന്ന തരത്തിൽ പാർട്ടിയുടെ യാത്ര അങ്ങനെ ആയി എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെയുള്ള നമുക്കറിയാമല്ലോ, ഈ താക്കോൽ സ്ഥാനം എന്ന് പറയുന്ന പ്രയോഗം തന്നെ വന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ചെന്നിത്തലയെ പിന്നെ ആഭ്യന്തരമന്ത്രിയാക്കണമെന്നില്ല. അപ്പൊ ഇത് വേറെ ഏത് പാർട്ടിയിലാണ് നടക്കുന്നത് എന്നുള്ളത് പിന്നെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഓരോ പിന്നെ ഒരാളെ കൊണ്ടുവരുമ്പോ പിന്നെ ഒരു KPCC പ്രസിഡന്റ് ഒരു ജാതിയാണെങ്കിൽ മറ്റേ ജാതി കൊണ്ടുവരണം. ഇങ്ങനെ ഈ ഇക്വേഷൻസ് നോക്കി അവസാനം കഴിവിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുന്ന നേതാക്കൾ ആ പാർട്ടിയിൽ ഉണ്ടെങ്കിലും അവർക്കൊന്നും നേതൃത്വത്തിലേക്ക് വരാൻ കഴിയാതെ വരുന്നു. അവരൊക്കെ നിരാശരായി ആ പാർട്ടിയിൽ നിന്ന് ഈ ജാതി സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും ഏറ്റവും അവസാനം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ പോലും അഭിപ്രായങ്ങൾ സ്വീകരിച്ച് തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിയത് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ അവരെടുത്ത ഈ നിലപാടിന്റെ ആകത്തുകയാണ്. അങ്ങനെയാണ് അതിലേക്ക് അവരെത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബ്രഹ്മത്ത് സാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇറങ്ങിപ്പോകുന്ന ആളുകളൊക്കെ കണ്ണീരോട് കൂടിയാണ് ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യവും അവരുടെ പിന്നെ നല്ല സമയവും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കും. NM വിജയന്റെ കൈരളി പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് അതിന്റെ ഏറ്റവും പുതിയത്. അവരുടെ കുടുംബം പറയുകയാണ് 10 ദിവസത്തിനകം ഇത് പാലിച്ചില്ലെങ്കിൽ അവരുടെ എന്ത് ഉത്തരവാദിത്തം വന്നാൽ IC ബാലകൃഷ്ണൻ, K സുധാകരനൊക്കെ അതിന്റെ ഉത്തരവാദിത്തം വഹിക്കണമെന്ന് അവർ കുടുംബത്തിന് പരസ്യമായി പറയേണ്ടി വന്നതാണ്. കാരണം അയാൾ കുടുംബത്തിന്റെ സ്വത്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചത്. ഈടുകൾ അതിന് തെളിവുണ്ടെന്ന്. അതെ, അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ആ പാർട്ടിക്ക് വേണ്ടി തന്റെ പിന്നെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനാണ് ഈ പറയുന്ന പിന്നെ വയനാട്ടിലെ വിജയേട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോലി പോലും പാർട്ടിക്ക് വേണ്ടി സർക്കാർ പോലീസ് വകുപ്പിൽ ജോലി കിട്ടിയിട്ട് അതുപോലും പാർട്ടിക്ക് വേണ്ടി ഉപേക്ഷിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിരവധി തവണ നേതാക്കന്മാരെ പോയി കണ്ടു. അങ്ങനെ എല്ലാം ചെയ്തിട്ടും അവസാനം സ്വന്തം വയ്യാത്ത മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തു പോയ ഒരു പിന്നെ മനുഷ്യന്റെ മക്കളും അവരുടെ പേരക്കുട്ടികളും ഒക്കെ സ്വന്തം MP കാണാൻ വേണ്ടി അവർ പോയിട്ടൊന്ന് കാണാൻ പോലും പിന്നെ അനുവദിച്ചില്ല. എല്ലാം പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടി. അപ്പൊ എല്ലാ പ്രശ്നവും പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവർ എല്ലാം സോൾവ് ആയി, അതെല്ലാം പാർട്ടി ഏറ്റെടുത്തു എന്ന് പറഞ്ഞൊരു KPCC പ്രസിഡന്റ്. അതുപോലെ തന്നെ ധാർഷ്ട്യത്തോടെ അവർ എന്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇബ്രാഹിം മാത്യു സാർ പറഞ്ഞ ആ ഒരു കാര്യം അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ആളുകളെ അപമാനിച്ച് ഇറക്കി വിടുക എന്നുള്ളത് ഈ പാർട്ടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണ സഹിതം അദ്ദേഹം സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല. ഈ പാർട്ടി നന്ദികേടിന്റെ ഒരു പിന്നെ പാർട്ടിയായി പാർട്ടി മാറുകയാണ്. ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരെ മുഴുവൻ വഞ്ചിച്ച് ഏതാനും വ്യക്തികളുടെ വ്യക്തി താല്പര്യത്തിനും നേട്ടത്തിനും വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഇരകൾ തന്നെയാണ് എന്നെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാർ. ആ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് ആളുകൾ. ഞാൻ എന്റെ കാര്യം പറയുന്നതിന് വേണ്ടി പറയുന്നതല്ല. ഒരുപാട് ചെറുപ്പക്കാർ ഈ പാർട്ടിക്ക് വേണ്ടി നിന്ന് അവസാനം ഏതെങ്കിലും ഒരു കോക്കസിന്റെ കയ്യിൽ ഈ പാർട്ടിയുടെ എല്ലാ നിയന്ത്രണവും കോക്കസിന്റെ കയ്യിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് പിന്നെ അധികാര ഭ്രമവും ജാതീയതയും മാത്രം പറഞ്ഞ് ഒരു പാർട്ടി മുന്നോട്ട് പോകണം. അങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. ശ്രീ അജിത് കുമാർ ചുരുക്കി, അതായത് ഈ ഇപ്പോഴത്തെ പ്രസിഡന്റിന് ചെക്ക് പറഞ്ഞാലും പിന്നീടുള്ള കാര്യങ്ങളിലും അങ്ങോട്ട് ശുഭകരമായ കാര്യങ്ങൾ കാണുന്നില്ല.
പ്രതീക്ഷ. അല്ല, അങ്ങനെ പറയേണ്ടതില്ല. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്നോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ നമ്മൾ വിശ്വസിക്കുക. പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളുമായി നേരിട്ട് കണ്ടപ്പോൾ പിന്നെ ACC പ്രസിഡന്റ് അദ്ദേഹത്തിനെ അനുയാത്ര ചെയ്തു, അവിടെ കാറിൽ വിറക്കറ്റി വിടാനായിട്ട് വന്നു. അതൊന്നും സാധാരണ നടക്കാത്ത കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതുപോലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ആശ്ലേഷിച്ചാണ് യാത്ര അയക്കിയതെന്നൊക്കെ പറയുമ്പോൾ ഹൈക്കമാൻഡുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ മാറ്റം എന്ന് പറയുന്നത് ഒരു അനിവാര്യമാകുന്ന ഘട്ടം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് കൊണ്ട് പേടിയും കൂടിയുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അത്തരത്തിലൊരു ഡിപ്ലോമസിയാണത്. അതെ, പക്ഷേ അപ്പോൾ മാറ്റം അനിവാര്യമാകുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരാളൊരു സ്ഥാനത്ത് ഇരിക്കുന്നു, ഒരാൾ ആ സ്ഥാനത്ത് ഒരാളിനെ നിയോഗിച്ചു, അതിനുശേഷം അദ്ദേഹം എല്ലാ കാലത്തും ആ സ്ഥാനത്ത് തന്നെ തുടരണമെന്നൊന്നും ആരും ക്ഷണിക്കില്ല. ഓക്കെ, ശ്രീ എബ്രഹാം മാത്യു. അതെ, ഇപ്പോൾ അജിത്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ പിന്നെ രാഹുൽ ഗാന്ധി സുധാകരനെ ആശ്ലേഷിച്ച് വിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് കറക്റ്റാണ്. അതിൻ്റെ കാരണം അജിത്തിനറിയാം, പക്ഷെ പുള്ളി പറയുന്നില്ലെന്നേ ഉള്ളൂ. തീവന്ന് പേടിച്ച് വന്നിട്ട് പോട്ടെ, സാരമില്ല. ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം ആ സ്ഥാനത്ത് ഇരിക്കണമെന്ന് ആരും ശടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും മാറ്റങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കണം. അത് സംഘടനയായാലും വ്യക്തിയായാലും നേതൃത്വം ആയാലും സാധാ പ്രവർത്തകർ ആശ്ലേഷം നടത്തി വിട്ടെന്നേ ഉള്ളൂ. അറിയാം. ശരി. ഇപ്പൊ ഓരോ പദവിയിലും ഇരിക്കുന്നവരെ ഒരിക്കലും അവരെ തൊടാൻ പാടില്ല. ഷാനിബ് അല്ല, നമ്മുടെ സാധാരണ പ്രാദേശികമായിട്ടൊക്കെ മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞ് പിന്നെ കോൺഗ്രസിൽ ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതോടുകൂടി മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞ് ആദരിച്ചാൽ പിന്നെ പാർട്ടി പരിപാടികളിലേക്ക് സ്ഥിരമായി വരണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അല്ലല്ല, അതൊക്കെ CPM-നകത്തൊക്കെ ഉണ്ടാവും. CPM-നകത്തൊക്കെ ഒരു പ്രായപരിധിയൊക്കെ വെച്ചിട്ട് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ പോലും സുധാകരനെ മാറ്റുന്ന കാര്യവും KC വേണുഗോപാൽ വഴി പല ഘട്ടങ്ങളിലും KC വേണുഗോപാലിന് പക്ഷേ ഇരട്ട മുഖമാണ്, ഇരട്ട റോളാണ്, പല വാർത്തകളും പല ഇടത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ പുതിയ പാക്കേജിനെ സംബന്ധിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ സോഷ്യോളജിക്കൽ പാക്കേജിനെ സംബന്ധിച്ചും ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെ സ്വാധീനിച്ചുകൊണ്ടാണ് നീങ്ങുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊക്കെ എത്ര കണ്ട് ആന്തരിക വൈരുദ്ധ്യത്തിലേക്ക് നയിക്കും? നമുക്ക് ചർച്ച ആരെങ്കിലും ആദരിച്ച് പുറത്താക്കുന്നവർ ഈ പ്രായപരിധിയൊക്കെ വെച്ചിട്ട് കണ്ണീരോടെ ഇറങ്ങി പോകുന്ന പല നേതാക്കളെയും ചില പാർട്ടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പറയണം. ശരി, എബ്രഹാം മാത്യു കംപ്ലീറ്റ് ചെയ്യും. ആത്മഹത്യ ചെയ്ത നേതാക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതാണ് ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും. എന്താ നിങ്ങൾ സെറ്റിൽ ചെയ്യുക? ആത്മഹത്യ ചെയ്ത 2 മനുഷ്യരെ ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാം സെറ്റിൽ ചെയ്യുമ്പോൾ അവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. ശരി, എബ്രഹാം മാത്യു ചുരുക്കി. പുതിയ ഒരു പ്രസിഡന്റിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ അഭ്യൂഹങ്ങൾ വരുന്നത്. അതെ, പുതിയ പ്രസിഡന്റ് ആരെന്നുള്ളതിനെ കുറിച്ച് പല റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ആര് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാലും സുധാകരൻ നേരിട്ടതിനേക്കാൾ വലിയ വെല്ലുവിളികൾ ആ പുതിയ ആൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം സത്യമാണ്. കാരണം തീർച്ചയായും സുധാകരൻ മാറി നിൽക്കുന്ന സുധാകരൻ്റെ മാറ്റത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ ഉയർത്തിയേക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു വഴിക്ക്, ഈ സാമുദായിക സംഘടനകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ വേറൊരു വഴിക്ക്, ഇപ്പോൾ ആ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ഈ പിന്നെ റൂട്ട് ലെവലിലെ മണ്ഡലം തലത്തിൽ സംഘടനാ ശേഷി വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് വേണം പുതിയൊരു പ്രസിഡന്റ് മുന്നോട്ട് പോകാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാമുദായിക നേതാക്കന്മാരുടെ ഇടപെടലിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെരുന്നേന്നും കാണിച്ചുകൊള്ളെങ്കിലൊക്കെ ശ്രീ ആജിം ഷാദും പറയുകയുണ്ടല്ലോ, ഒരു സമുദായ നേതാവ് പറയുകയുണ്ടായി ആ സമുദായത്തിലെ ഒരാൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നിട്ടേ ഇല്ലെന്ന്. അത് എന്ത് മൗഢ്യമാണ് പറയുന്നത്? അത് എന്ത് കരുതിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ശ്രീ അജിത് കുമാർ ഒടുവിൽ അംഗീകരിക്കുന്നു ഇത് കുഴഞ്ഞു മറിയുന്ന ഒരു വിഷയമാണ് ഇതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം. എന്തായിരുന്നാലും മാറ്റങ്ങൾ പുരോഗതിക്കുള്ളതാണ്. മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കുന്ന ഒരു നടപടിയിലേക്ക് പോയാൽ അത് കോൺഗ്രസ്സിന് തന്നെ വലിയ അർത്ഥത്തിൽ ദോഷം ചെയ്യും. എന്തായിരുന്നാലും കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ സുധാകരനെ മാറ്റുന്നതും അതുമായി ബന്ധപ്പെട്ട ചരടുവലികളുമൊക്കെ കോൺഗ്രസ്സിലെ വലിയ പ്രതിസന്ധി തന്നെയാണ് നിഴലിപ്പിക്കുന്നത്, പ്രതിഫലിക്കുന്നത്. അത് ഏതെങ്കിലും വ്യക്തിയിലല്ല, ആ സിസ്റ്റത്തിൻ്റെ മുഴുവൻ പോക്കിലുള്ള പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വ്യക്തം ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാണ്. നമസ്കാരം.